ഛത്തീഗഡിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പഴുവിൽ ഫെറോനയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃപ്പയാർ ബസ് സ്റ്റാൻഡിനു മുമ്പിലെ വിശുദ്ധ യൂദ തദേവൂസിന്റെ ദേവാലയത്തിന് മുൻവശത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അന്യായമായി ആൾക്കൂട്ട വിചാരണ നടത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും ഉടൻ മോചിപ്പിക്കുക, കന്യാസ്ത്രീകളുടെ പേരിൽ അന്യായമായി എടുത്തിരിക്കുന്ന കേസ് ഉടനടി റദ്ദ് ചെയ്യുക, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ അതിരൂപത പഴുവിൽ ഫെറോനയിൽ ഉൾപ്പെട്ട 16 പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ വികാരിയച്ഛന്മാരുടെയും സന്യാസിമാരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. പഴുവിൽ ഫെറോന വികാരി റഫറൻറ്റ് ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫെറോന കൗൺസിൽ സെക്രട്ടറി ആന്റണി എ അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. റഫറൻറ്റ് ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, ഫെറോന കത്താലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, റഫറൻറ്റ് ഫാദർ ജെൻസ് തട്ടിൽ, റഫറൻറ്റ് സിസ്റ്റർ കൊച്ചു ത്രേസ്യ CMC, റഫറൻറ്റ് സിസ്റ്റർ അനു ജോൺസൺ FFC, റഫറൻറ്റ് സിസ്റ്റർ നിഷ FFC, റഫറൻറ്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫെറോന കുടുംബ കൂട്ടായ്മ കൺവീനർ പ്രീത് ജെ മുരിയാടൻ, റഫറൻറ്റ് ഫാദർ സിജോ പാട്ടുകാരൻ, ഫെറോനോ മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, ഫെറോനോ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ജോസ് ആലപ്പാട് തുടങ്ങിയവർ അനുബന്ധ പ്രഭാഷണങ്ങൾ നടത്തി. കൈകാരന്മാരായ ജെയിംസ് CA, ലിജോ കരിയാട്ടിൽ, സിജോ റോബിൻ, സോബി C ആന്റണി, ഷൈജൻ KT തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗത്തിന് മുൻപ് തൃപ്പയാർ സെന്ററിൽ നിന്ന് വിശുദ്ധ ദേവദാസിന്റെ ദേവാലയത്തിന് മുൻവശത്തേക്ക് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കളും അഭിമന്യ പിതാക്കന്മാരെ വന്നുകണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായി. ഇത് ജാമ്യം കൊടുക്കും, ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആശ്വാസവാക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇതിനെ ജാമ്യം കൊടുക്കുന്നതിന് എതിര് നിൽക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഇന്ന് അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല, വീണ്ടും എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യാവസ്ഥ. തെങ്ങിൽ നിന്നിറങ്ങി കവുങ്ങിലേക്ക് കയറിയ പ്രതീതിയാണ് ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നും കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് മതപരിവർത്തനത്തിന്റെ പേരിലല്ല, മറിച്ച് മനപരിവർത്തനത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അതിൽ അഭിമാനിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് ഭരണഘടനയെ പിച്ചിത്തീന്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കുൽസിത പദ്ധതികളെ ഒരുക്കി ചേർക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഈ ഭാരത സംസ്കാരത്തിന് തന്നെ കളങ്കമായിട്ട് മാറിയിരിക്കുകയാണ്.